അമിത്ഷാ എന്തിന് പറഞ്ഞു, പ്രധാനമന്ത്രി എന്തിന് പറഞ്ഞു എന്നുള്ളതാണ്. ഈ യാത്രയാണ് സി എമ്മിനെ കുഴച്ചത്. ഈ സി എം ബഹ്റിനിലൊക്കെ പോയിട്ട് വന്നിട്ട് പതുക്കെ പോയാൽ മതിയായിരുന്നു. പക്ഷേ ബഹ്റിനിലൊക്കെ പോകുന്നതിന് മുമ്പേ വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുന്നതല്ലേ എന്ന് വിചാരിച്ചായിരിക്കും സി എം പെട്ടെന്ന് പോയി ഒന്ന് കണ്ടിരുന്നത്. മുഖ്യമന്ത്രി അല്ല പ്രധാനമന്ത്രിയെയും അമിത്ഷായൊക്കെ ഒന്ന് കണ്ടത് അതുകൊണ്ടായിരിക്കും. പക്ഷേ കണ്ടപ്പോൾ അവർ നിർബന്ധിച്ച് പറഞ്ഞു. ധർമ്മേന്ദ്ര പ്രധാനെയും കൂടെ കണ്ടു. ആ ഒരു കാണൽ വേണ്ടായിരുന്നു ഇപ്പോൾ. പക്ഷേ ധർമ്മേന്ദ്ര പ്രധാനെ കണ്ടപ്പോൾ അദ്ദേഹം സ്ട്രോങ് ആയി പറഞ്ഞു, SSAക്ക് പൈസ തരാം, പക്ഷേ നിങ്ങൾ PMCയിൽ ഒപ്പിടണം. അദ്ദേഹം പറഞ്ഞെങ്കിലും അത് വളരെ സീരിയസ് ആയിട്ട് മുഖ്യമന്ത്രി എടുത്തില്ല. പക്ഷേ അതേ ധർമ്മേന്ദ്ര പ്രധാൻ പ്രധാനമന്ത്രിയോട് പറഞ്ഞു, ഇങ്ങനെ അങ്ങോട്ട് വരുന്നുണ്ട്, നിങ്ങൾ ദയവേത് ഇത് പറയണം എന്ന് പറഞ്ഞു. പ്രധാനമന്ത്രി വളരെ സ്ട്രോങ് ആയി പറഞ്ഞു, നിങ്ങളിത് ചെയ്യണം, മറ്റൊന്നുമില്ല. ഇതിന് സമാനമായ മറ്റൊരു കാര്യം കൂടെയുണ്ട്. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഗെയിൽ പദ്ധതി മുടങ്ങിക്കിടക്കുകയായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് വലിയ സമരവും ബഹളമൊക്കെ വന്ന് മുടങ്ങിക്കിടക്കുകയായിരുന്നു. അത് വേണ്ട, ഒരുപാട് ആളുകളെ പുനരധിവസിപ്പിക്കണമെന്ന് പറഞ്ഞ് മുമ്പോട്ട് പോയില്ല. അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു മാസ്റ്റർ പീസ് പദ്ധതി എന്നുള്ള നിലയിൽ അവർക്ക് ഗെയിൽ പദ്ധതി നടപ്പിലാക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോഴാണ് ഒരുപാട് പദ്ധതികളുടെ കാര്യങ്ങളുമായി അവിടെ ചെല്ലുന്നത്, നമ്മുടെ CM ചെല്ലുന്നത്. അപ്പോൾ എല്ലാം കേട്ടിട്ട് നരേന്ദ്രമോദി പ്രധാനമന്ത്രി പറയും, ഒക്കെ ശരിയാണ്, നിങ്ങൾക്ക് ആവശ്യമായ ഫണ്ടൊക്കെ തരാം, നിങ്ങൾക്ക് ദേശീയപാതയ്ക്ക് ഫണ്ട് തരാം, വിഴിഞ്ഞത്തിൻ്റെ പദ്ധതി നമുക്ക് ശരിയാക്കാം, പഴയ കഥയാണ്, എല്ലാം ശരിയാക്കാം, പക്ഷേ ആ ഗെയിൽ പദ്ധതി ഒന്ന് നടപ്പിലാക്കണം.